ഈസ്റ്റ് കോസ്റ്റിൻ്റെ പാട്ടുകളൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ അത്രയധികം സ്വാധീനം ചെലുത്തിയതാണ്. തീർച്ചയായിട്ടും വിജയൻ സാറിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ സാധിച്ചത് നല്ലൊരു വേഷം തന്നവരും പ്രത്യേകിച്ച് കൊല്ലാത്ത വേഷമാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ സിനിമയിൽ മരിക്കുന്നില്ല, അത് വലിയൊരു ആക്ടർ എന്ന നിലയിൽ വലിയ സന്തോഷമുണ്ട്. ഫുൾ പ്രൊഡക്ഷൻ ടീം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എനിക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത് തോന്നിയത് ഈസ്റ്റ് കോസ്റ്റ് വിജയേട്ടൻ. നമ്മൾ ചെറുപ്പം മുതലേ ഈ പേര് കേട്ടാലും നമുക്ക് നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ പടത്തിൽ നമുക്കൊരു പ്രാവശ്യം കിട്ടുന്നു, നമ്മൾ ചെയ്യുന്നു, സന്തോഷം. സ്പെഷ്യൽ താങ്ക്സ് ദിലീപേട്ടൻ. നമ്മുടെ ഓഡിയോ ലോഞ്ച് ചെയ്തു, നമ്മളെ സ്റ്റേജിൽ നിൽക്കുന്നു. താങ്ക് യു. എല്ലാവരും ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്ന അതേ എപ്പോൾ നോക്കിയാലും സാറിൻ്റെ മനസ്സിൽ ഓർക്കുമ്പോൾ പോലും നമുക്ക് ആ ഒരു റെസ്പെക്റ്റാണ് വരുന്നത്. ആ സാറിൻ്റെ കീഴിൽ എനിക്ക് ഈ പടത്തിൽ ഭാഗമാവാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സാർ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇതിൽ എല്ലാത്തിനേക്കാളും ഉപരി എൻ്റെ നാട്ടുകാരൻ കൂടിയായ സന്തോഷ് കീഴാറ്റൂർ, സന്തോഷ് ചേട്ടൻ്റെ കൂടെ അഭിനയിക്കാനും കൂടെ പറ്റി പേരായിട്ട് കൂടുതൽ പറയുന്നില്ല. താങ്ക് യു. നമ്മുടെ ഈ സിനിമയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ സിനിമയുടെ ഷൂട്ട് കൂടുതലും നൈറ്റായിരുന്നു, ഫുൾ നൈറ്റ് ഷൂട്ടായിരുന്നു. പ്രത്യേകിച്ച് എനിക്കും സന്തോഷമായിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നൈറ്റല്ല 9 മണി വരെയെങ്കിലും ഉണ്ടാവുള്ളൂ എന്നാണ് കരുതിയത്. പക്ഷേ ഫുൾ എനർജി ആയിട്ട് വിജയൻ സാറ് എല്ലാ ദിവസവും 6 മണി വരെ ഷൂട്ട് ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷനാണ്. എന്തായാലും ഈ സിനിമയും പല ട്രാക്കുകളിലൂടെ പല ലെയറിലൊക്കെ ഒരു സിനിമയാണ്. ഈ സിനിമയിൽ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ബ്രില്യൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊരു ഗംഭീര സിനിമയാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു. എന്താ തോന്നുന്നു? ഇത്രയും വലിയൊരു ഓഡിയോ ലോഞ്ചിൽ പങ്കെടുക്കുന്നു. വലിയ ഫംഗ്ഷനാണ്. ദിലീപ് ഏട്ടൻ എല്ലാ ഫ്രണ്ടിലുണ്ട്. ഹാപ്പി ഓവർ ദ മൈക്ക്. സന്തോഷം. അടിപൊളി. മോനെ 2 വാക്ക് എന്തെങ്കിലും? ഞാൻ വേറൊരു പടത്ത് അഭിനയിച്ചിട്ടുണ്ട്, കള്ളനും ഭഗവതിയും. അതില് വിഷ്ണു കൃഷ്ണൻ സാറുണ്ടായിരുന്നു. ഞാൻ അവരുടെ ബാല്യകാല ചെയ്തത്. അപ്പോൾ ഈ പടത്തിന് ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. താങ്ക് യു. വിജയേട്ടൻ എന്ന് പറഞ്ഞാൽ പ്രണയത്തിന്റെ ആൾരൂപം എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലേ വിജയേട്ടാ? വിജയേട്ടാ, പ്രണയത്തിന്റെ ആൾരൂപം. ഇങ്ങനെയൊക്കെ മനുഷ്യന് പ്രണയിക്കാനും പ്രണയത്തെ കുറിച്ച് പറയാനും പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ സിനിമയിൽ പാട്ടുകൾ കണ്ടപ്പോൾ ധ്യാനിനെ വേറൊരു രീതിയിലാണ് ഞാൻ കണ്ടത്. പലർക്കും തോന്നിയിട്ടുണ്ടാവും ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് കാമുകൻ അല്ലേ? എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെയൊക്കെയാണോ എന്ന്. സാധാരണഗതിയിൽ അലപ്പായിട്ടൊക്കെയാണ് കാണുന്നത്, പക്ഷെ ഇന്ന് ഈ സിനിമയിൽ വളരെ സോഫ്റ്റ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഇങ്ങനെ എല്ലാവരെയും കൂടെ ഇരിക്കാൻ ഈ ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ പറ്റിയത് എൻ്റെ വളരെ അടുത്ത സുഹൃത്തു കൂടിയാണ് ദിലീപ്. ഇങ്ങനൊരു സാഹചര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് കാണാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷം. ഈ സിനിമ വലിയൊരു വിജയമായിട്ട് മാറും, ഉറപ്പാണ്. എല്ലാ ആശംസകളും സ്നേഹവും. ധ്യാനെ കണ്ടത് ഈ പടം എന്തായാലും സക്സസ് ആണ്. എൻ്റെ കരുന്നൊക്കെ പഠിക്കും, ഉറപ്പ്. പിന്നെ ഒരു കാര്യം, വിജയേട്ടൻ, ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ അഭിനയിച്ച പടത്തിലല്ല, ഞാൻ അഭിനയിക്കാത്തൊരു പടത്തിലാണ് കൂടുതൽ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ഓടി വരുന്നത്. ഞാൻ അഭിനയിച്ചില്ലെങ്കിൽ ആ പടം നന്നായി ഓടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഇതിൽ അഭിനയിച്ചൊന്നും വരുന്നത് ഓടി വരുന്നില്ല. ഇവിടെ വരാൻ കാരണം എനിക്ക് സത്യം പറഞ്ഞ രഞ്ജിനിയാണ്. എന്നോട് പെട്ടെന്ന് വിളിച്ചു. പക്ഷേ വിജയേട്ടൻ ഞാൻ പടത്തിലൊന്നും അഭിനയിച്ചിട്ടില്ല, പക്ഷേ എണ്ണക്കറുപ്പിന് ഏഴഴകെന്നുള്ള പാട്ട് എൻ്റെ ഫേവറേറ്റ് പാട്ടാണ്. കാരണം ഞാൻ പണ്ട് ഇത്തിരി വെളുത്തു പോയി, പണ്ട് കുറച്ചുകൂടി കറുപ്പായിരുന്നു. അപ്പോൾ ആ പാട്ട് എപ്പോഴും എൻ്റെ മനസ്സിലുള്ളതാണ്, എണ്ണക്കറുപ്പിന് ഏഴഴക്. അതുപോലെ വിജയേട്ടൻ എന്ന് പറഞ്ഞിരുന്ന എല്ലാ നല്ല നല്ല പ്രണയിക്കാനുള്ള ഒരു മെന്റാലിറ്റിയുള്ള എല്ലാവർക്കും ആ പാട്ടുകൾ എപ്പോഴും മനസ്സിലുണ്ടാവും. അപ്പോൾ എന്തായാലും ഇവിടെ വരാനും ഇത്രയും ആൾക്കാരുടെ കൂടെ ഇങ്ങനെ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന എൻ്റെ ധ്യാനും വിഷ്ണു മാനസ, നമ്മുടെ കുറേ പേരുണ്ട്, സുഖി, അങ്ങനെ കുറേ പേര് അഭിനയിക്കാത്ത ഒത്തിരി പേരൊക്കെ ഉണ്ട് ഇതിൽ. പിന്നെ കൂടാതെ ദിലീപേട്ടൻ കൂടെ ഈ സമയത്ത് എനിക്ക് കാണാൻ കുറേ നാളെ ഞങ്ങൾക്ക് പടം ചെയ്തിട്ട്. അപ്പോൾ ഞാൻ പോയി പറഞ്ഞുള്ളൂ, മറക്കല്ലേട്ടോ വല്ലപ്പോഴും വിളിച്ച് ഒരു സീനുള്ളൂ ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരാളാണ് എനിക്ക് വിളിച്ച. എനിക്ക് ഓരോ അഭിനയിക്കാൻ ഓരോ പടത്തിലും ചെയ്ത പടം ചെസ്സായാലും എന്താണെങ്കിലും ഒരു സീനിൽ എന്നെ വിളിച്ച് അഭിനയിക്കാനുള്ള ചാൻസ് തന്നിട്ടുള്ളതാണ്. എൻ്റെ തൊട്ടടുത്ത അയൽക്കും കൂടിയാണ് ദിലീപേട്ടൻ. എന്തായാലും ഈ സമയത്ത് ഇവിടെ വരാനും ഈ പടത്തിന് ഒരു ആശംസ നൽകാൻ എനിക്കൊരു അവസരം നൽകിയ സന്തോഷം. വീണ്ടും ഇതിന്റെ 100ാം ദിവസം ആഘോഷിക്കുമ്പോൾ വിജയേട്ടൻ എന്നെ വിളിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള
നല്ല പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള കുറേയേറെ ആർട്ടിസ്റ്റുകളുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നു. ഇതിന്റെ കുറെ ക്ലിപ്പിംഗ്സ് കണ്ടപ്പോൾ വളരെ മനോഹരമായിട്ട് അത് വർക്കൗട്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും നിങ്ങൾക്ക് വളരെ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു വിഭവമായിരിക്കും. വിജയൻ സാറിന്റെ മറ്റൊരു ഫംഗ്ഷനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഈസ്റ്റ് കോസ്റ്റ് ആൽബം പോലെ സുന്ദരമായിട്ടുള്ള ഒരു ജീവിതം സ്വപ്നം കണ്ട ഒരു കൗമാര കോളേജ് കാലഘട്ടം തന്നെയായിരുന്നു എൻ്റേതും. അവിടെ നിന്ന് ജീവിതത്തിന്റെ മനോഹാരിത പോലെ തന്നെ സിനിമയുടെ വലിയ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഇവരെല്ലാവരും ബഹുമാനപൂർവ്വം പ്രിൻസിപ്പൽ എന്നൊക്കെ വിളിക്കുന്ന അതേ ബഹുമാനത്തോടെ അതേ പേടിയോടെ കാണുന്ന വിജയൻ സാറിന്റെ ഒരു ഇൻവൈറ്റ് ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷങ്ങളിൽ ഒന്നാണ്. പിന്നെ ഇന്ന് ഗാനങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ എക്സ്ട്രീമിൽ നിൽക്കുന്ന 3 ഗാനങ്ങൾ കാണാൻ സാധിച്ചു. സോഷ്യൽ മീഡിയയിലൂടെയും സ്റ്റേജ് ഷോസിലൂടെയും എല്ലാം ഈ ഗാനങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കും എന്നുള്ളത് ഉറപ്പാണ്. വിഷ്മർ എന്ന ചിത്രത്തിനും വിജയൻ സാറിനും പ്രിയപ്പെട്ട രഞ്ജിനും ധ്യാൻ, ഉണ്ണിലാലു, ജിബിചേട്ടൻ, വിഷ്ണു ഉൾപ്പെടെയുള്ള ഫുൾ ടീമിന് കൃത്യമായ ആശംസകൾ അറിയിക്കുകയാണ്. നമ്മുടെ വിജയത്തിലേക്ക് എടുത്തു വയ്ക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാവട്ടെ. അതേ ഒരു കൗമാരക്കാരിയുടെ കൗതുകത്തോടു കൂടി തിയേറ്ററിൽ ഒരു ഈസ്റ്റ് കോസ്റ്റ് വിജയൻ മാച്ച് കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. എല്ലാ ആശംസകളും. താങ്ക് യു. ഇപ്പം ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നമ്മളിപ്പോൾ എന്താ ഇംഗ്ലീഷിൽ ഇപ്പോൾ ജസ്റ്റിൻ ബീബർന്നോ അല്ലെങ്കിൽ ടൈലർ സ്വിഫ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ മ്യൂസിക് ആൽബംസിന് അത്രത്തോളം മലയാളികളുടെ മനസ്സിൽ സ്ഥാനമുള്ള ഒരു പേരാണ്. എൻ്റെ കുറേ ചൈൽഡ്ഹുഡ് മെമ്മറീസും ആർ റിലേറ്റഡ് ടു ഈസ്റ്റ് കോസ്റ്റിൻ്റെ കുറേ മ്യൂസിക്സ്. അപ്പോൾ ഇന്നിവിടെ പാട്ടാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് വിഷിംഗ് ദി ടീം ഓൾ ദി വെരി ബെസ്റ്റ്. ഒരുപാട് സന്തോഷം. സാറിന് നന്ദി പറയുന്നു. സാറിൻ്റെ രണ്ടാമത്തെ സിനിമയിൽ ഒരു അവസരം തന്നതിൽ ഈ സിനിമ വലിയ വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. നീലവാന ചോലയിൽ നീണ്ടിടുന്ന ചന്ദ്രികേ, ഞാൻ രചിച്ച കവിതകൾ നിന്റെ മിഴിയിൽ കണ്ടു ഞാൻ. വരാതെ വന്ന എൻ ദേവി നീലവാന ചോലയിൽ നീണ്ടിടുന്ന ചന്ദ്രികേ. നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡിൽ ഏറ്റവും ഫേവറേറ്റ് പ്ലേലിസ്റ്റ് ആയിരുന്നു വിജയൻ സാറിൻ്റെ. സോ ആ ഒരു മൂവിയിൽ നമുക്ക് രണ്ടുപേർക്കും ചെറിയൊരു ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സ്റ്റേജിൽ വന്നതുകൊണ്ടാണ് ദിലീപേട്ടനൊക്കെ കാണാൻ പറ്റിയത്, ഷാജി സാർക്ക് ആൻഡ് എല്ലാ ക്രൂവിനെയും പരിചയപ്പെടാൻ പറ്റി. വളരെ സന്തോഷമുണ്ട്. ആൻഡ് ഈ ടീമിന് എന്താ പറയുക, എല്ലാവരോടും നന്ദി പറയുന്നു. ഈ മൂവിക്ക് എല്ലാ ബെസ്റ്റ് വിഷസും. താങ്ക് യു സോ മച്ച്. അപ്പോൾ സാറിൻ്റെ ഒരു സിനിമയിൽ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഒരു 20 കൊല്ലം മുന്നേ ദിലീപ് സാറിന്റെ ഒരു ചെറിയൊരു പ്രൈസ് മേടിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ എറണാകുളത്ത് വെച്ച്. അപ്പോൾ ദിലീപേട്ടനെ ഈ പറഞ്ഞ പോലെ കാണാൻ സാധിച്ചാലും ബാക്കി എല്ലാവരും ഒരുമിച്ച് ഈ വേദിയിൽ ഇപ്പോൾ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇത് തിയേറ്ററിൽ കാണണം, നമ്മളെല്ലാവരും കാണണം. ഈ സിനിമ വൻ വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. സിനിമ ഒരു വലിയ വിജയമായി തീരാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. 3 വർഷത്തിന് ശേഷവും അദ്ദേഹം എന്നെ ഓർമ്മിച്ചിരുന്നു, എന്നെ വിളിച്ചു എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമാണ്. നിങ്ങളെല്ലാവരെയും പോലെ ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഗാനങ്ങൾ കേട്ട് വളർന്ന ഒരു ചൈൽഡ്ഹുഡ് തന്നെയാണ് എൻ്റെ. ഞാൻ പറയാറുണ്ട് സാറിനെ കൊണ്ട് എഞ്ഞിണക്കിളിയുടെ എന്ന സോങ്ങിനും പല വേദികളിലും കോമ്പറ്റീഷനൊക്കെ പാടിയിട്ടുണ്ട് പണ്ട് ലൈവ് മ്യൂസിക് പാടുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം തൊട്ട് എൻ്റെ ചെറുപ്പം തൊട്ട് പാടി തുടങ്ങുന്ന സമയം തൊട്ട് പാടാറുള്ള പാട്ടുകൾ ഈസ്റ്റ് കോസ്റ്റിൻ്റെ പല പാട്ടുകളുണ്ട്. അപ്പോൾ ആ ചെറുപ്പം തൊട്ട് തന്നെ മ്യൂസിക്കിന് ഇത്രയും പ്രാധാന്യമുള്ള ഒരു ഓഡിയോ കമ്പനി എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അദ്ദേഹത്തിൻ്റെ പടം ചെയ്യാൻ പറ്റുന്ന സിനിമ ചെയ്യാൻ പറ്റും, ചിന്തിച്ചിട്ടില്ല. ഇന്ന് സാറും സംവിധാനം ചെയ്ത അല്ലെങ്കിൽ സാർ പ്രൊഡ്യൂസ് ചെയ്ത 3 സിനിമകൾ കണ്ടിന്യൂസ്ലി എനിക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റി. കള്ളനും ഭഗവതിയും ചിത്തിരി ആൻഡ് ദിസ് വൺ ഭീഷ്മർ. 3നും മ്യൂസിക്കിന് അത്രയും പ്രാധാന്യമുണ്ട്. പിന്നെ ഏറ്റവും എനിക്ക് അഭിമാനം പറഞ്ഞാൽ സാറ് കണ്ടിന്യൂസ്ലി 3 പടത്തിൽ വെക്കണമെങ്കിൽ എന്തായാലും സാറിന് അത്രയും മ്യൂസിക് സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റി, സാറിന് അത് ഇഷ്ടപ്പെടാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്നും കൂടെ ഞാൻ വളരെ അഭിമാനത്തോടെ ചിന്തിക്കാറുണ്ട്.
അപ്പോൾ അതെനിക്ക് വളരെ ഊർജവും മുന്നോട്ടുള്ള എൻ്റെ ജേണിയിൽ ഒരുപാട് ഒരു മോട്ടിവേഷനും ഒക്കെയാണ് സാറിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത്. സാർ ഇപ്പോൾ ധ്യാൻ ചേട്ടനൊക്കെ പറഞ്ഞ പോലെ തന്നെ സാർ ഒരു ഇപ്പോൾ മാഷെന്ന പ്രിൻസിപ്പളാണ് വാട്ടെവർ എന്നെ ഡിസിപ്ലിൻ ഇപ്പോഴും സാറ് ഞാൻ ഡിസിപ്ലിൻഡ് അല്ല എന്ന് പറയുന്ന ആളാണ് എൻ്റെ ടൈമിങ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡിസിപ്ലിൻഡ് ആയിട്ട് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്നതിൽ ഇപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. അത് സാർ വലിയൊരു പാർട്ടാണ്. കാരണം സാർ അത്രയധികം നമ്മൾ പഠിപ്പിക്കും, സമയത്തിനെത്തുക, സമയത്തിന് പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട്. BGM ആണെങ്കിലും ഈ പടം എന്ന് പറയുന്നത് ഭീഷ്മർ മ്യൂസിക്കിന് ഒരുപാട് പ്രാധാന്യമുള്ള സിനിമയാണ്. ഇപ്പോൾ കേട്ട ഈ 2 പാട്ടുകൾ കൂടാതെ ഇനിയും പാട്ടുകളുണ്ട്. പിന്നെ അതിനും അപ്പുറം ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് അത്യാവശ്യം വളരെ സ്പേസ് ഉള്ള ഒരു മൂവിയായിരുന്നു. കാരണം സ്കോർ ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കണം, വളരെ ഡൈനാമിക്സ് ഇങ്ങനെ മാറി കയറിയും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പടമാണ്. എൻ്റെ കൂടെ ഒരു നല്ലൊരു ടീം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹരിയേട്ടൻ്റെ കൂടെ ഈ പടത്തിൽ 2 പാട്ടുകളാണ് ഞാൻ വർക്ക് ചെയ്തത്. ഒന്ന് പ്രാവേ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ട സോങ്, അത് പാടിയത് വിനീതേട്ടനും അനില രാജീവുമാണ്. ഇനി ഒരു സോങ് ഇത്തിരി പോകുന്നൊരു വളരെ റൊമാൻറ്റിക് ആയിട്ടൊരു സോങ് ഉണ്ട്. ഇപ്പം നിങ്ങൾ എല്ലാവരും കേട്ട തുടരും പോലെയുള്ള പടത്തിലെ പേമാരി പോലെയുള്ള സോങ്ങും ദുപ്പട്ട വാലി പോലെയുള്ള സോങ്ങും കിളിയെ ഏറെ കിളിയെ എന്ന് പറഞ്ഞ സോങ് അനില പാടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് എല്ലാവർക്കും അറിയും അനിലയാണ് പാടിയെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അനിലയുടെ വോയിസിന്റെ ഒരു റേഞ്ചിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വളരെ ബേസ് ആയിട്ടൊരു ശബ്ദം അറ്റ് ദ സെയിം ടൈം അതേ ഒക്ടേവിനെ ഹൈ ഈക്വലി സെയിം ക്വാളിറ്റിയിൽ പാടാൻ പറ്റുന്ന ഒരു ഗായികയാണ് അനില. അതാണ് അനില ഈ സിനിമയിലെ പാട്ടുകളിൽ വരാനുള്ള കാരണം. അതുപോലെ വിനീതേട്ടൻ, ധ്യാൻ ചേട്ടൻ പാടി, താങ്ക് യു. നിങ്ങളെല്ലാവരും വിനീതേട്ടൻ പാടി, താങ്ക് യു സോ മച്ച്. വിഷ്ണു, എവ്രിവൺ. ഒരുപാട് കാലമായിട്ട് തുടർച്ചയായിട്ട് കൂടെയുള്ള ഒരാളാണ്. അപ്പോൾ ഈ സിനിമയിൽ അങ്ങനെ 2 ഗാനങ്ങൾ എഴുതി. തൊട്ട് മുൻപ് കേട്ട കാട്ടുപുലി എന്ന് പറയുന്ന പാട്ട്, ഈ പാട്ടിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര രസകരമായ സംഭവമാണ്. ഈ പാട്ട് റെഡി ആവാനായിട്ട് വിജയൻ സാറെ വിളിച്ചിട്ട് രഞ്ജിനൊന്ന് ചൂടില്ല പറയും, രഞ്ജിൻ ചൂടില്ല, എന്നോട് എഴുതാൻ പറയും, ഞാൻ എഴുതില്ല, നീ ആദ്യം ചൂട്, ഞാൻ 2ാമത് എഴുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉഴപ്പി അവസാനം ഒരു ദിവസം ഞാൻ സാറിൻ്റെ അടുത്ത് പോയി. അങ്ങനെ പെട്ടെന്ന് ഞാൻ എഴുതിയ ശേഷം ആണ് രഞ്ജിൻ ഈ പാട്ട് ട്യൂൺ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര പെട്ടെന്ന് ഭയങ്കര രസകരമായിട്ട് എഴുതാൻ പറ്റിയ പാട്ടായിരുന്നു ഈ പാട്ട്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിൻ്റെ ഒരു സിനിമയിൽ ആദ്യമായിട്ടാണ് പാട്ട് എഴുതുന്നത് എങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ട് പാട്ട് എഴുതിയത് ഈസ്റ്റ് കോസ്റ്റിന് വേണ്ടിയിട്ടാണ്, ഒരു ആൽബത്തിൽ. അങ്ങനെയാണ് പാട്ടെഴുത്തിൻ്റെ കരിയർ തുടങ്ങുന്നത്. അതിനുശേഷം ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വലിയ സന്തോഷം ഉണ്ട്. 2 പാട്ടുകൾ ഇതിൽ ചെയ്യാൻ പറ്റി. രഞ്ജിൻ്റെ മ്യൂസിക്കിൽ വിജയൻ സാറിൻ്റെ നിർദ്ദേശത്തിൽ 2 പാട്ട് ചെയ്യാൻ പറ്റി. നന്നായി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഭീഷ്മരും നന്നായി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ പാട്ടുകൾ സിനിമയിൽ ഒരുപോലെ സ്വീകരിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ ആശംസകളും. മൂവിയിലേക്ക് എൻ്റെ പാട്ടെടുത്തതിൽ വളരെയധികം സന്തോഷം അദ്ദേഹത്തിൻ്റെ അകത്തുനിന്ന് രേഖപ്പെടുത്തുകയാണ്. ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരെയും പോലെ തന്നെ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറിയാണ്, നൊസ്റ്റാൾജിയാണ്. സോ ഞാൻ ഇഷ്ടപ്പെടുന്ന ഇപ്പോഴും പ്ലേലിസ്റ്റിലുള്ള ഒരുപാട് പാട്ടുകൾ ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഉണ്ട്. സോ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതല്ല ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഒരു സോങ്, അതും ഇരട്ടി മധുരം എന്ന് പറയാം, 2 സോങ്സ് പാടാൻ അവസരമുണ്ടായി ഭീഷ്മർ ഈ സിനിമയിൽ. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ രഞ്ജിൻ ചേട്ടനോടാണ്. നമുക്കറിയാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെലഡീസ് അദ്ദേഹം മലയാള സിനിമയ്ക്ക് തന്നിട്ടുള്ള ഒരാളാണ്. സോ ഈ പാട്ടുകൾ ഞാൻ പാടിയത് എന്തെങ്കിലും നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സും രഞ്ജിൻ ചേട്ടനാണ്. അദ്ദേഹം തന്നെ വളരെ നല്ലൊരു സിംഗറാണ്. സോ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രഞ്ജിൻ ചേട്ടൻ, താങ്ക് യു സോ മച്ച്. ആൻഡ് വിജയൻ സാർ ആണെങ്കിലും പാടുന്ന ടൈമിലും റെക്കോർഡിംഗ് ടൈമിലും ഒക്കെ വിജയൻ സാർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇൻപുട്സും എക്സ്പ്രഷൻ വൈസും ഓരോന്ന് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതൊക്കെ വളരെ ഒരു നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് വേദിയിൽ ഇരിക്കുന്ന എല്ലാവർക്കും സ്റ്റാർ സ്ട്രക്ക് എന്ന് തന്നെ പറയാം. എല്ലാവരെയും കണ്ടതിൽ, എൻ്റെ പ്രിയപ്പെട്ട താരങ്ങൾ എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഭീഷ്മർ ഒരു വലിയ ഹിറ്റ് തന്നെ ആവട്ടെ. പാട്ടുകളും എല്ലാവരും കേൾക്കുക. താങ്ക് യു സോ മച്ച്.